ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലത്തെ നമ്മുടെ ട്രേഡ് പ്ലാൻ അനുസരിച്ചിട്ട് ഒരു ട്രേഡാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റൻറ്റ് ലൈനായിട്ടുള്ള 14,817 നിന്നും താഴേക്കൊരു റിജക്ഷൻ വന്നിരുന്നു. ഈ ഒരു ട്രേഡ് മാത്രമേ നമുക്ക് ഇന്ന് കിട്ടിയുള്ളൂ. ചെറുതെങ്കിലും കൃത്യമായൊരു ലാഭം ഈ ട്രേഡിന് നമുക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ബൈയിങ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇന്നവർ 1569.04 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽ സൈഡിലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ദുർബലമായിട്ടാണെങ്കിലും 216.67 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വളരെ നിർണായകവുമാണ്. ഏത് സൈഡിലേക്ക് ഇനി മൂവ്മെൻറ്റ് നടക്കും എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വിവരം നാളത്തെ ഒരു ട്രേഡോട് കൂടി നമുക്ക് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിഫ്റ്റിക്ക് 14,777, 637, 677 സോണുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 14,920, 15,017 സോണുകൾ നല്ല രീതിയിൽ റെസിസ്റ്റൻ്റായിട്ടും നാളെ വർക്ക് ചെയ്യുന്നതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നിഫ്റ്റിക്ക് കോൾ സൈഡ് 14,900-നും പുട്ട് സൈഡ് 14,700-നും നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അക്യുമുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റേഞ്ചുകൾ ബ്രീച്ചായി ഒരു ട്രേഡ് സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന് അത് വഴിയൊരുക്കുന്നതാണ്. നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡ് പ്ലാൻ നോക്കിയാൽ ഒരു ഫ്ലാറ്റിഷ് ഓപ്പൺ ആണ് വരുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ആയിട്ടുള്ള 14,677 നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഒരുപക്ഷെ ഇവിടെ നിന്നും നിഫ്റ്റി ഒരു ബൗൺസ് ബാക്ക് നടത്തിയേക്കാം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഈ കാണുന്ന 14,850 ലെവലുകളായിരിക്കും. ഇത് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ 14,920, അതിന് മുകളിലായിട്ട് 15,017 റേഞ്ചുകൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. മിക്കവാറും 14,920 ആയിരിക്കും നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഈ റേഞ്ച് ബ്രീച്ച് ആയാൽ പിന്നീട് ഒരു പുതിയ ബ്രേക്കൗട്ടിന് കാരണമായി തീരും. അതൊരു പക്ഷേ ഈ റേഞ്ചും കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിനുള്ളൊരു സാധ്യത വരെ കൊണ്ടുചെന്നേക്കാം. അതായത് 15,017 കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യത വരെ ഒരു പക്ഷേ തുറന്നേക്കാം. അതേപോലെ തന്നെ നിഫ്റ്റിക്ക് 14,677, 637 റേഞ്ചുകൾ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ റേഞ്ച് ബ്രേക്കായി നിഫ്റ്റി താഴേക്കൊരു മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ അടുത്തൊരു ടാർഗറ്റ് 14,477 എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഈ റേഞ്ചുകൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. ഈ റേഞ്ചുകളൊന്ന് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് വരച്ചു വയ്ക്കുക. ഈ റേഞ്ചുകൾക്കുള്ളിൽ നിന്നായിരിക്കാം പരമാവധി ട്രേഡ് നാളെ സാധ്യമാകുന്നത്. ഈ അപ്പർ റേഞ്ച് അതായത് 14,920, ഡൗൺ റേഞ്ച് 14,637 ഏതെങ്കിലും രീതിയിൽ ബ്രീച്ച് ആയാൽ അത് പുതിയ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് സാധ്യത തുറക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഇവിടെ നിന്നുള്ള റിജക്ഷൻ നമുക്ക് പുട്ട് ബൈയിങ്ങിനും ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കോൾ ബൈയിങ്ങിനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻറ്റ് ലെവലുകളായിരിക്കും റെസിസ്റ്റൻറ്റും സപ്പോർട്ടുമായിട്ടൊക്കെ ആക്ട് ചെയ്യുക. എല്ലാ ദിവസവും പോലെ ഞാൻ കൃത്യമായിട്ടൊരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇത്രയും ദിവസം നിങ്ങൾ വീഡിയോ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിവറ്റ് പോയിൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ ട്രേഡ് എടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നാളത്തെ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുക. ഇന്നലത്തെ ലോ കട്ട് ചെയ്ത് പുതിയൊരു ലോ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ കേസിൽ ഇതെങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇന്നലത്തെ ലോ നിഫ്റ്റി മറികടന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് സൂചിപ്പിക്കുന്നത് ചാർട്ട് പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ ഈ സെല്ലിംഗ് മൊമെൻറ്റം തുടരുന്നു എന്ന് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലത്തെ നമ്മുടെ ട്രേഡ് പ്ലാൻ അനുസരിച്ച് ഒരു ട്രേഡാണ് നമുക്ക് ഇന്ന് സാധ്യമായിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റൻറ്റ് ലൈനായിട്ടുള്ള 35,562 കട്ട് ചെയ്ത് താഴേക്ക് പോകുന്ന വേളയിൽ നമുക്ക് ഒരു പുട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാരണം നമ്മുടെ ആദ്യത്തെ സപ്പോർട്ട് ലൈനായിട്ടുള്ള 34,928 സമീപത്തേക്കാണ് ആ ട്രേഡ് എത്തിച്ചേർന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് 37,757, 34,927 സോണുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും അതേപോലെ തന്നെ 35,675 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. 35,675 ക്രോസ് ചെയ്ത് നിഫ്റ്റി മുകളിലേക്കൊരു ട്രേഡ് പോയാൽ അത് 36,000-അടുത്തേക്ക് എത്തുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,675 അതേപോലെ തന്നെ താഴെ 34,927 ഈ രണ്ട് സോണുകൾ നല്ല രീതിയിൽ
റെസിസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കൂടാതെ ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചും അത് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്ന് അത് 37,675 ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് എപ്പോഴാണ് ഒരു ട്രേഡ് വരുന്നത്, നമുക്കതൊരു പുട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ 34,927 അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് കയറി വരുന്ന ഒരു മൂവ്മെൻറ്റും നമുക്ക് ഒരു കോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കരുതുക. ഈ സോൺ സപ്പോർട്ട് റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്യും എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് യഥാക്രമം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക്